നമസ്കാരം. ഞങ്ങളുടെ പ്രധാനമന്ത്രി, അതായത് BJP അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഞങ്ങളുടെ മേയർ പോയി സ്വീകരിക്കും എന്നാണ് BJPയുടെ ആളുകൾ പ്രചരണം നടത്തിയത്. BJP എന്നാണ് അവരുടെ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവസരം വരുമ്പോൾ അതിങ്ങനെ മാറ്റി മാറ്റി പറയുക എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ പ്രചരണം നടത്തിയ ഒരു കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കും. ഇപ്പോഴും അവർ ആ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. കേന്ദ്ര നേതാക്കൾ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ. അങ്ങനെ തിരുവനന്തപുരത്തെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന ആ ദിവസം ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്തെ BJPയുടെ മേയർ കൂടി കാണും. ഒരിക്കലും ഇത് നടക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടക്കം കരുതിയിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പല കാലങ്ങളിൽ BJPക്കാരെ പരിഹസിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ആ വാചകങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി ഇന്ന് സാക്ഷിയാവും. തീർച്ചയായിട്ടും ഇന്ന് ചാനൽ ചർച്ചകളും മറ്റുമൊക്കെ നടത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഈ പരാമർശങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നേക്കാം. അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ആ പാർട്ടിയിൽ താരതമ്യേന ഒരു പരിചയ കുറവുള്ള വ്യക്തിയാണ്. ഈ 5 വർഷം മേയറായിട്ടിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ മെച്ചം കൊണ്ടാണല്ലോ ഇപ്പോൾ BJP അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇവർ ഇത് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് BJPക്കാരെ കളിയാക്കാനുള്ള ഒരു കാരണം, ഈ ഒരു സംഭവം തുടങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചല്ല. അതിനു മുമ്പ് 2020 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുണ്ടായിരുന്ന ആ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP ആയിരിക്കും പിടിക്കുന്നതെന്നും അവിടെ BJPയുടെ മേയർ ഉണ്ടാവുമെന്നും, അങ്ങനെ ആയിക്കഴിയുമ്പോൾ അടുത്ത തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ BJP മേയറായിരിക്കും എന്ന തരത്തിൽ അന്നൊരു, അതായത് 2020 പോസ്റ്റ് ഇട്ടത് സിനിമാ നടനും BJPയുടെ നേതാവുമായ കൃഷ്ണകുമാർജിയാണ്. അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനെയും പിന്നീട് മറ്റു BJPക്കാരെയെല്ലാം പരിഹസിക്കാൻ വേണ്ടിയിട്ട് ആ തെരഞ്ഞെടുപ്പിൽ CPM തന്നെ ഭരണം തുടർച്ച നേടുന്നു. BJP രണ്ടാമതാവുന്നു. അപ്പോൾ മുതൽ അവർ പറഞ്ഞു, നിങ്ങൾ എന്തായിരുന്നു ഗീർവാണം അടിച്ചിരുന്നത്, നിങ്ങളുടെ പ്രധാനമന്ത്രി വരുമ്പോൾ നിങ്ങളുടെ മേയർ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടത്. അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. BJPക്ക് ലോക്സഭയിൽ കേവലം 2 MPമാർ ഉണ്ടായിരുന്ന കാലം മുതൽ കേരളത്തിൻ്റെ പല മതിലുകളിലും അതുപോലെ തന്നെ പല സ്ഥലത്തുമൊക്കെ അവർ എഴുതി വെച്ചിരുന്ന ചില കാര്യമുണ്ട്. ഒരു നാൾ ഈ രാജ്യവും BJP ഭരിക്കും, ഞങ്ങൾ ഭരിക്കും എന്നവർ എഴുതി വെച്ചിരുന്നു. അന്ന് കേവലം 2 MPമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അത് കണ്ടവരെല്ലാം വാപത്തി ഇങ്ങനെ ഊറിച്ചിരിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. ആ കളിയാക്കലും ആ പരിഹാസവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് നിൽക്കുന്നത്. എവിടെ? തുടർച്ചയായിട്ട് 3ാം തവണ നരേന്ദ്രമോദിയും BJPയും ഭരിക്കുന്നു. ഇവരെ എങ്ങനെങ്കിലും ഒന്ന് ഇറക്കിവിടാം, അതിനൊരു വഴി കാണിച്ചു തരണേ എന്നാണ് പ്രതിപക്ഷങ്ങളെല്ലാം ഒന്നടങ്കം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് സകല അടവും അവർ പയറ്റുന്നുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെയും നടപടികളെയും അതിൻ്റെ യന്ത്രങ്ങളെയും വരെ വഴിച്ചുകൊണ്ട് സകല രീതിയിലും അവർ നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇവരെ അതൊന്ന് താഴെ ഇറക്കാൻ പറ്റുമോ എന്ന്. എന്നിട്ടും അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന പാർട്ടിയും ഭരണവുമാണ്. അപ്പോൾ അവിടെ എത്തിയവർ, അതായത് അവർ ഒരിക്കലും സംഭവിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല എന്ന് എതിരാളികൾ പറഞ്ഞിരുന്ന കാര്യം വരെ അവർ കാത്തിരുന്നിട്ടാണ് ആണെങ്കിലും നേടിയെടുത്തു. അങ്ങനെ ഒരു കാര്യം തന്നെയായിരുന്നു തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ ഭരണവും. ഞങ്ങൾ ആ ഭരണത്തിലെത്തും എന്ന് BJP എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ തുടർച്ചയായിട്ട് ഭരിക്കുന്നതിൻ്റെ അഹങ്കാരത്തിൽ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിൽ ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, അത് നിങ്ങളുടെ ഒരു സ്വപ്നം മാത്രമായിരിക്കും, ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന്. അത് സംഭവിക്കുന്ന ദിവസമാണെന്ന് പറ്റുമെങ്കിൽ BJP നേതാക്കളെ ഈ മുൻ മേയർ എന്നുള്ള ഒരു പരിഗണന കൂടി കൊടുത്തുകൊണ്ട് ഈ ആര്യ രാജേന്ദ്രനെ അദ്ദേഹത്തിൻ്റെ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം പിടിച്ചിരുത്താൻ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ, കുറച്ച് താമസിച്ചു പോയെന്ന് അറിയാം, എന്നാലും അതൊരു നല്ല ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നേനെ. കാരണം BJPയുടെ മേയർ ഒരിക്കലും തിരുവനന്തപുരത്ത് ഉണ്ടാവില്ലെന്നും പ്രധാനമന്ത്രി ഇവിടെ വന്നിറങ്ങുമ്പോൾ എപ്പോഴും സ്വീകരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മേയർ ആയിരിക്കും എന്നുള്ളൊരു ധാർഷ്ട്യം അവർക്കുണ്ടായിരുന്നു. ആ ധാർഷ്ട്യത്തിൻ്റെ നിറകം തലയിലാണ് ഇന്ന് അടി വീഴാൻ പോകുന്നത്. അതിന് ഏതാനും മിനിറ്റുകൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ മുഹൂർത്തം കാണാൻ ആര്യ രാജേന്ദ്രൻ എവിടെ ഇരിക്കുകയാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഇനി ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ശരി, ആ TV ഒന്ന് തുറന്നു വെച്ചാൽ മതി. സകലമാന ചാനലുകളിലും ആ കാഴ്ച നിങ്ങൾക്ക് കാണാനാവും.